ഇന്ന് നമ്മളിവിടെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കുറഞ്ഞ ചെലവിൽ സ്റ്റീരിയോ ആംപ്ലിഫയർ ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുപോലെ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് 2.1 ആംപ്ലിഫയർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടായിരുന്നു. അത് നമ്മൾ ഈ ഒരു ക്യാബിറ്റിലാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ആംപ്ലിഫയർ ഞാനിവിടെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചേക്കുന്നത് 4440 ഡബിൾ IC വരുന്ന ഈ ഒരു ബോർഡാണ്. അതുപോലെ ഞാനിവിടെ വീഡിയോയിൽ എടുത്തേക്കുന്ന ഇതുപോലത്തെ ബോർഡ് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഓൺലൈനായിട്ട് മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം. ഇങ്ങനത്തെ പല വിലയുടെ ബോർഡുണ്ട്. നിങ്ങൾക്ക് അഡാപ്റ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യാനാണെങ്കിൽ ഇതിൽ ഏറ്റവും കുറഞ്ഞ ബോർഡ് മേടിച്ചാൽ മതി. അതുപോലെ ഓൺലൈൻ കൺട്രോളർ, ബാസ്റ്റബിൾ ഇതിൻ്റെയൊക്കെ കൺട്രോൾ പിടിപ്പിക്കാൻ പാടുള്ളവർക്ക് ഇങ്ങനത്തെ ബോർഡിൽ തന്നെ ഇത് പിടിപ്പിച്ച ബോർഡുകളൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഇതുപോലെ ആംപ്ലിഫയർ ഉണ്ടാക്കി എടുക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരു സബ്വൂഫർ ഔട്ടും ലെഫ്റ്റ് റൈറ്റ് 2 ചാനൽ ഔട്ട്പുട്ടുള്ള ഈ കാണുന്ന 2.1 ആംപ്ലിഫയർ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്കും സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള 2.1 ആംപ്ലിഫയർ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ബോർഡ് മേടിക്കാൻ ലിങ്കും A to Z ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാബിറ്റിൽ നിന്ന് നമ്മൾ സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് ഈ കാണുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇത് 4440 IC 2 വരുന്ന 12 വോൾട്ട് വർക്ക് ചെയ്യുന്ന ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് 12 വോൾട്ട് സിംഗിൾ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബാറ്ററിയിൽ വേണേലും ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യിക്കാം. അതിലിപ്പോൾ നമുക്ക് കടകളിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വില കുറവും അത്യാവശ്യം നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ടുള്ള ഒരു ബോർഡ് കൂടിയാണ് ഈ കാണുന്ന 4440 IC വരുന്ന ഈ ഒരു ബോർഡ്. ഇതുപോലത്തെ ഒരു ആംപ്ലിഫയർ ബോർഡ് 250 മുതൽ 300 രൂപ അതിനിടയിൽ കിട്ടുന്നതാണ്. അതുപോലെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു ബോർഡ് കൂടിയാണിത്. ഇതിൻ്റെ IC വേഗം കത്തിപ്പോകുന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരാനുള്ള കാരണമെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. എൻ്റെ ഒരു അനുഭവത്തിൽ നല്ലൊരു ആംപ്ലിഫയർ ബോർഡ് തന്നെയാണിത്. പിന്നെ ഇത് കംപ്ലൈൻ്റ് ആയാലും നമുക്ക് ഇതിൻ്റെ ഓഡിയോ ആംപ്ലിഫയർ IC ആണ് പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയതിടാനും പറ്റും. അതുപോലെ ഈ ഒരു ബോർഡിൽ തന്നെ 5 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC ഉണ്ട്, USB പ്ലെയർ വർക്ക് ചെയ്യാനുള്ള, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ. അതായത് നമുക്ക് ഈ ഒരു ബോർഡിലേക്ക് 12 വോൾട്ട് AC ഇൻപുട്ട് നേരിട്ട് കൊടുക്കാം ട്രാൻസ്ഫോമറിൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആംപ്ലിഫയർ ബോർഡാണ് മേടിക്കുന്നതെങ്കിൽ ഇതിൽ ഒരുപാട് വയർ ഇതുപോലെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തുടക്കക്കാരൊക്കെ ആകുമ്പം ഇതെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് അങ്ങനെയെല്ലാം സംശയങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ബോർഡ് വേണം. പിന്നെ ഓളിയം കൺട്രോളർ ഇതുപോലത്തെ 4 വേണ്ടത്. 3 ഉപയോഗിക്കാം. 3 ആണെങ്കിൽ ഇങ്ങനത്തെ ഡുവൾ വരുന്ന 3 ഓളിയം കൺട്രോളാണ് ഉപയോഗിക്കേണ്ടത്. 100K ഓളിയം കൺട്രോളോ അല്ലെങ്കിൽ 47K ഒക്കെ ഓളിയം കൺട്രോൾ ഉപയോഗിക്കാം. ഇതുപോലത്തെ ഡുവൾ ഓളിയം കൺട്രോളിന് 30 രൂപയാണ്. ഞാനിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഇതുപോലത്തെ ഡുവൾ വരുന്ന 2 ഓളിയം കൺട്രോളറും സിംഗിൾ വരുന്ന 2 ഓളിയം കൺട്രോളറുമാണ്. ഡബിൾ ഓളിയം കൺട്രോൾ രണ്ടും ബാസ്റ്റബിളിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ആയിട്ടുള്ള ഓളിയം കൺട്രോൾ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് രണ്ടിൻ്റെയും ഓളിയം കൺട്രോളായിട്ട് മാസ്റ്റർ ഓളിയം കൺട്രോളായിട്ടാണ് ഉപയോഗിക്കുന്നത്. സിംഗിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഓളിയം കൺട്രോളിന് 20 രൂപയ്ക്കേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഓളിയം കൺട്രോളിന് അറ്റത്ത് പിടിപ്പിക്കുന്ന നോബ് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. അതിന് 8 രൂപ മുതലൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ വേണ്ടത് 12 വോൾട്ട് 3 ആംപിയർ മിനിമം ഉള്ള ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ ആകുമ്പോൾ 300 രൂപ അടുത്താവും. പിന്നെ 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിലും വർക്ക് ചെയ്യാം. അഡാപ്റ്റർ ആകുമ്പോൾ 180 രൂപ കൊടുത്താൽ 2 ആംപിയറിൻ്റെ കിട്ടും. പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ട ക്യാബിനറ്റിന് ഇതുപോലത്തെ കട്ട് കുറഞ്ഞാണെങ്കിൽ 200 ആ റേഞ്ചിൽ കിട്ടും. പിന്നെ പവർ ഓൺ സ്വിച്ച് ഇതിന് 10 രൂപ. പിന്നെ LED ഇൻഡിക്കേറ്റർ. അപ്പോൾ ഇതിനായിട്ടൊരു LED ബൾബും പിന്നെ ഒരു 1K ക്വാർട്ടർ വാട്ട് റെസിസ്റ്ററാണ് വേണ്ടത്. റെസിസ്റ്ററിന് 50 ICയും LEDക്ക് 2 രൂപയാണ്. പിന്നെ USB പ്ലെയർ ഇതിന് 130 രൂപ ഉള്ളൂ ഏറ്റവും കുറഞ്ഞതിന്. പിന്നെ ഓളിയം കൺട്രോൾ ഇങ്ങനത്തെ നോബ് ഇതിനാണ് 8 രൂപ. പിന്നെ ഇങ്ങനത്തെ പവർ കേബിൾ ഇത് 60 രൂപയുടെ കേബിളും കിട്ടും, 80 രൂപയുടെ കേബിളും കിട്ടും. പിന്നെ നമുക്ക് സ്പീക്കറിൻ്റെ ഔട്ട് എടുക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു സ്പീക്കർ സോക്കറ്റ് ഇതിന് 10 രൂപയുള്ളൂ. പിന്നെ നമുക്ക് ആംപ്ലിഫയർ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് സ്ക്രൂവും പിന്നെ നെട്ടും ബോൾട്ടും എല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ പല അളവിലുള്ളതും അതിനുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനത്തെ ഒരു പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. ഈ ഒരു പാക്കറ്റിൽ ആംപ്ലിഫയറിന് അടിയിൽ വെക്കുന്ന ലെഗ് അതെല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് 30 രൂപയാണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് മേടിക്കുന്നേക്കാളും നല്ലത് ഇതുപോലത്തെ ഒരു പാക്കറ്റായിട്ട് മേടിക്കുകയാണ്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഉള്ളിൽ വയറിങ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതുപോലത്തെ റിബൺ വയർ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനത്തെ റിബൺ വയറിന് 30 രൂപയാണ്. ഒരു മീറ്ററിനാണ് 30 രൂപ. കോപ്പറിനാകുമ്പോൾ അതിലും വില കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ ഷീൽഡ് കേബിൾ ഉപയോഗിക്കാം. ആംപ്ലിഫയറുകളിൽ ഇങ്ങനത്തെ ഷീൽഡ് കേബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ നോയ്സ് നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടകളിൽ ചോദിച്ചാൽ മതി, അവിടെ കിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ 4440 IC വരുന്ന സ്റ്റീരിയോ ആംപ്ലിഫയറാണ് മേടിക്കുന്നതെങ്കിൽ ഇതിൽ ഒരുപാട് വയറുകൾ കാണും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ തുടക്കക്കാർക്കൊക്കെ ടെൻഷനാകും, ഇതെവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ടെൻഷൻ അടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതിലൊരു 70% വയറും ഓളിയം കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി ഈ ഒരു ബോർഡിലെ വയറിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബോർഡിലേക്ക് 12 വോൾട്ട് AC അതായത് ട്രാൻസ്ഫോമറിൻ്റെ വയർ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാനുള്ളതാണിത്. ഈ ഒരു ബോർഡിൽ ബ്രിഡ്ജ് റെക്ടിഫയർ ഈ കാണുന്ന ഡയോഡ് ഉപയോഗിച്ചുള്ള ബ്രിഡ്ജ് റെക്ടിഫയറിലുകൊണ്ടാണ് നമുക്കിതിലേക്ക് നേരിട്ട് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ബോർഡുകളിലൊന്നും റെക്ടിഫയർ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ റെക്ടിഫയർ ഇല്ലാത്ത ബോർഡുകളാണെങ്കിൽ നമ്മളതിലേക്ക് ട്രാൻസ്ഫോമർ നേരിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കരുത്. അപ്പോൾ റെക്ടിഫയർ ഇല്ലാത്ത ബോർഡുകളാണെങ്കിൽ ഇതുപോലെ റെക്ടിഫയർ ഓൺ ഉണ്ടാക്കിയെടുക്കണം. 3 ആംപിയറിൻ്റെ ഡയോഡ് ഉപയോഗിച്ചാൽ മതി. ഇതിലൊരു ഫിൽറ്റർ കപ്പാസിറ്റർ ഉപയോഗിക്കണം. 25 വോൾട്ട് 4700 UF-ൻ്റെ. അതുപോലെ നമുക്കിത് ട്രാൻസ്ഫോമർ തന്നെ വർക്ക് ചെയ്യിക്കണമെന്നില്ല. 12 വോൾട്ട് DC അഡാപ്റ്ററിലും വർക്ക് ചെയ്യിക്കാം. ചില ബോർഡുകളിലൊക്കെ ഒരു ഡയോഡ് മാത്രമേ കാണുള്ളൂ.
അപ്പോൾ അങ്ങനെയുള്ള ബോർഡുകൾ 12 വോൾട്ട് DC ആണ് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് SMPCയിലോ അല്ലെങ്കിൽ അഡാപ്റ്ററിലോ അല്ലെങ്കിൽ ബാറ്ററിയിലോ ഏതിൽ വേണമെങ്കിലും നമുക്കിത് വർക്ക് ചെയ്യിക്കാൻ പറ്റും ഈ ഒരു ബോർഡ് ആകുമ്പോൾ. പിന്നെ ഈ ഒരു ബോർഡിൽ ഇതുപോലെ ചവർ പോലെ കുറേ വയറുകൾ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വയർ കാണുമ്പോൾ ആയിരിക്കും കൂടുതലും ടെൻഷൻ വരുന്നത് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ വയറുകൾ കൂടുതലും ബാസ് ട്രിബിൾ ഇതിൻ്റെ വയറുകളാണ്. ഇതിൽ 2 സെറ്റ് വയർ ട്രിബിളിൻ്റെയും 2 സെറ്റ് ബാസിൻ്റെയാണ്. ലെഫ്റ്റ് റൈറ്റ് ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ബാസ് ട്രിബിൾ ഉണ്ട്. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് റൈറ്റിൻ്റെ ബാസ് ട്രിബിൾ സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് 4 ഓളിംഗ് കൺട്രോൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡബിൾ ആയിട്ടുള്ള 2 ഓളിംഗ് കൺട്രോൾ ഉപയോഗിച്ച് വേണമെങ്കിലും വർക്ക് ചെയ്യിക്കാം. അതൊക്കെ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതുപോലെ ചില ആംപ്ലിഫയർ ബോർഡുകളിൽ ഇങ്ങനെ വയർ കണക്ട് ചെയ്തതിൻ്റെ മുകളിലായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാകും ബാസ് ട്രിബിൾ എന്നൊക്കെ. എല്ലാ ബോർഡുകളിലൊന്നും കാണുന്നില്ല, ചില ബോർഡുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള ആംപ്ലിഫയർ ബോർഡുകളിൽ ഇങ്ങനെയുള്ള ഒരുപാട് വയറുകൾ ഇതൊക്കെ ഓളിംഗ് കൺട്രോളിലേക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലെ ഓളിംഗ് കൺട്രോളിലേക്കെല്ലാം വയർ ഇൻബിൽറ്റായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ബോർഡുകൾ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അത് മേടിക്കാനുള്ള ലിങ്കും വീഡിയോയിൽ കൊടുത്തേക്കാം. പിന്നെ ഈ കാണുന്ന ഈ ഒരു സെറ്റ് വയർ ഇതിൽ 3 വയറുകളുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോർഡിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഒരു വയർ കണക്ട് ചെയ്യേണ്ടത് നമ്മൾ USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്കാണ്. ഇൻപുട്ടിൻ്റെ മാത്രം ഈ ഒരു ബോർഡിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയറിൽ 3 വരുന്നത് ഒന്ന് ലെഫ്റ്റ് റൈറ്റിൻ്റെ ഓഡിയോ ഇൻപുട്ടിൻ്റെ പോസിറ്റീവും സെൻറ്ററിൽ വരുന്നത് നെഗറ്റീവാണ്, അതായത് കോമൺ ആയിട്ടുള്ള ഗ്രൗണ്ട്. പിന്നെ ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് വരുന്ന ഇതുപോലത്തെ 2 സെറ്റ് വയറുകളുണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് മാസ്റ്റർ ഓളിയത്തിൻ്റെ. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് ഇതിന് ഓളിംഗ് കൺട്രോൾ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഉപയോഗിക്കാം, ഡബിൾ ആയിട്ടുള്ള ഉപയോഗിക്കാം. സിംഗിൾ ആയിട്ടുള്ള ഓളിംഗ് കൺട്രോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ചാനലിൻ്റെ ഓളിയം കൂട്ടാനും കുറയ്ക്കാനും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓളിംഗ് കൺട്രോളിലേക്കുള്ള വയറെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വയറുകൾ കുറയും. പിന്നെ നമുക്ക് സമാധാനമുണ്ട്. അതുപോലെ പുതിയ ബോർഡ് മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയ ഒരു പേപ്പർ കൂടിയും കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാനും എളുപ്പമുണ്ട്. പിന്നെ ഈ കാണുന്ന റൈറ്റ് സ്പീക്കർ ഔട്ടിലേക്കുള്ള വയറാണ്. പിന്നെ ഈ കാണുന്ന ലെഫ്റ്റ് സ്പീക്കർ ഔട്ടിലേക്കുള്ള വയർ. അപ്പോൾ ഈ 2 സെറ്റ് വയറുകൾ നമുക്ക് സ്പീക്കർ സോക്കറ്റിലേക്കാണ് കൊടുക്കാനുള്ളത്, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ടിൻ്റെ. പിന്നെ ഈ കാണുന്ന ഈ 2 വയർ ഇത് നമ്മുടെ ഈ ഒരു ബോർഡിലെ റെഗുലേറ്ററൈസിന് ഔട്ട്പുട്ടിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്, ബോർഡ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഈ 2 വയറും USB പ്ലെയറിലേക്കാണ് കൊടുക്കേണ്ടത്. USB പ്ലെയർ വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട് ഔട്ട്പുട്ടാണ് ഈ ഒരു വയറിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വയറിൻ്റെ ഡീറ്റെയിൽസ്. ഇനി നമുക്കത് ക്യാബിനറ്റിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിൽ നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമറെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പീക്കർ സോക്കറ്റ്, പവർ കേബിൾ, ട്രാൻസ്ഫോമർ, പവർ ഓൺ സ്വിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് തന്നെയാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇത് അഴിച്ചിട്ട് വീണ്ടും സെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ കൂടി എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നേക്കാം. ഈ ഒരു പവർ കേബിളിൻ്റെ ഒരു വയർ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ AC ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന ഒരു വയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പവർ കേബിളിൻ്റെ ഒരു വയറും പിന്നെ ട്രാൻസ്ഫോമറിൽ നിന്ന് ഫ്രീ ആയിട്ട് കിടക്കുന്ന വയർ ഇത് രണ്ടും നമ്മൾ സ്വിച്ചിൻ്റെ 2 ലെഗിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിലേക്ക് നമ്മൾ ആംപ്ലിഫയർ ബോർഡ് കറക്റ്റായിട്ട് നെറ്റും ബോൾഡോട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കൈ ഒന്ന് മുറിഞ്ഞു. പിന്നെ ഈ ഒരു ഡബിൾ ഐസി വരുന്ന ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് വർക്ക് ചെയ്യാൻ മിനിമം 3 ആമ്പിയറെങ്കിലും വേണം. അപ്പോൾ ഒരു 12 വോൾട്ട് 5 ആമ്പിയറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് 12 വോൾട്ടിൻ്റെ ഡുവൽ പവർ ട്രാൻസ്ഫോമറാണ്. അതായത് 12, 0, 12 ഇങ്ങനെ 3 വയറായിരിക്കും ഔട്ട്പുട്ടിലുള്ളത്. ഈ ഒരു ട്രാൻസ്ഫോമർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 2.1 ആംപ്ലിഫയറിൻ്റെ വീഡിയോ ചെയ്തപ്പം ഉപയോഗിച്ചതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൽ നമുക്ക് 2 വയർ മാത്രം ആവശ്യമുള്ളൂ, 12 വോൾട്ട് മാത്രം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വയർ ഇപ്പം ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇതിനെ തൽക്കാലം മടക്കി മാറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്ററിലെ വയറും ഏതെങ്കിലും ഒരു സൈഡിലെ വയർ ഇത് രണ്ടും എടുക്കുവാണെങ്കിൽ 12 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അതുപോലെ നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ ഈ ഒരു ആംപ്ലിഫയറിലേക്ക് സബ് ആംപ്ലിഫയർ ബോർഡ് കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ ഇത് നമുക്ക് ആദ്യമേ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോർഡിലുള്ള റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മൾ 12 വോൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വയർ രണ്ടും കണക്ട് ചെയ്യുകയാണ്. ട്രാൻസ്ഫോമറിൻ്റെ 12 വോൾട്ട് AC ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെ DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉപയോഗിക്കുന്നത്. ഇനി റെക്ടിഫയർ ഇല്ലാത്ത ബോർഡ് ആണെങ്കിൽ ഇതുപോലെ 4 ഡയോഡ് ഉപയോഗിച്ച് റെക്ടിഫയർ ഉണ്ടാക്കുക, അതിലൊരു ഫിൽറ്റർ കപ്പാസിറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഇല്ലാത്ത ബോർഡ് നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമറും ആംപ്ലിഫയർ ബോർഡും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വയർ ജോയിൻ ചെയ്ത ഭാഗം ഇൻസർഷൻ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഹീറ്റ് സിങ്ക് ട്യൂബാണ്. ഇത് നമുക്ക് ഇലക്ട്രോണിക്സിൻ്റെ സ്പെയർ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും. 5 mm ട്യൂബിനൊക്കെ ആണെങ്കിൽ മീറ്ററിന് 8 രൂപയ്ക്കാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയർ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ടിൻ്റെ വയർ നമ്മൾ സ്പീക്കർ കണക്റ്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു 4440 IC വരുന്ന ഈ ഒരു ബോർഡ് വേഗം കംപ്ലൈൻറ്റ് ആവാനുള്ള കാരണം കൂടി പറയാം. ചിലരൊക്കെ കൂടുതൽ സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഒരു സ്പീക്കർ ഔട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കർ, അതായത് ചെറിയ 3-4 സ്പീക്കറൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ആംപ്ലിഫൈസ് കത്തിപ്പോവും. അപ്പോൾ കൂടുതൽ സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ടാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഒരു സ്പീക്കർ ഔട്ടിൽ ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ഒരു ബൂഫറോ കണക്ട് ചെയ്യുക. അതുപോലെ ഒരു ട്യൂട്ടർ കണക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സ്പീക്കർ ഔട്ടിൽ ഒരു ട്യൂട്ടർ, ഒരു ബൂഫർ ഇങ്ങനെയുള്ളത് വേണം കണക്ട് ചെയ്യാൻ. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ 2-way ബോക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. 2-way ബോക്സ് എന്ന് പറയുമ്പം ഒരു ട്യൂട്ടറും ഒരു ബൂഫറാണ് അതിനകത്ത് വരുന്നത്. സ്പീക്കർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ബാസ് വളരെ കുറവായിരിക്കും. അപ്പം ബൂഫർ ഉപയോഗിക്കുക. സബ് ബൂഫറല്ല, ബൂഫറാണ് ഉപയോഗിക്കേണ്ടത്. ഏകദേശം ഒരു 8 ഇഞ്ചിൻ്റെയൊക്കെ ബൂഫർ ഉപയോഗിക്കുക, 50 വാട്ട്സിൻ്റെ.
ബൂഫറും ട്യൂട്ടറും ഉപയോഗിക്കുമ്പം ഈ രീതിയിലാണ് കണക്ഷൻ. അതുപോലെ സ്പീക്കർ ഔട്ടിൽ നേരിട്ട് നമ്മൾ ട്യൂട്ടർ കണക്ട് ചെയ്യരുത്. അതിന് സെൻട്രലായിട്ട് ഇതുപോലൊരു കപ്പാസിറ്ററിന് ഉപയോഗിക്കണം. 50 വോൾട്ട് 4.7 UF കപ്പാസിറ്ററാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ നമ്മളിവിടെ സ്പീക്കർ വയർ രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ബോർഡുള്ള 5 വോൾട്ട് ഔട്ട്പുട്ട് ഇത് നമ്മൾ USB പ്ലെയറിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 5 വോൾട്ട് ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് വയർ റെഡ് വയർ അത് നമ്മൾ 5 വോൾട്ട് പ്ലസിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത്. ബ്ലാക്ക് വയർ GND നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ആംപ്ലിഫയർ ബോർഡിലെ ഓഡിയോ ഇൻപുട്ടിൻ്റെ വയർ ഇത് നമ്മൾ USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു USB പ്ലെയറിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ROUT AGND L-out എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 3 പോയിന്റിലേക്കാണ് നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് വയർ കണക്ട് ചെയ്യേണ്ടത്. റൈറ്റ് ഓഡിയോ ഔട്ട്, ലെഫ്റ്റ് ഓഡിയോ ഔട്ട്, പിന്നെ അതിൻ്റെ ഗ്രൗണ്ട് അതാണ് സെൻറ്ററിൽ AGND എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ ഇങ്ങനത്തെ USB പ്ലെയറിൻ്റെ കൂടി ഇങ്ങനത്തെ വയർ കണക്ട് എല്ലാം കിട്ടും. വേണമെങ്കിൽ ഇത് ഉപയോഗിച്ച് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ഇൻപുട്ട് നമ്മൾ USB പ്ലെയറിൻ്റെ ഓഡിയോ ഔട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് കറക്റ്റായിട്ട് നോക്കി കൊടുക്കണം. അതായത് നെഗറ്റീവ് കറക്റ്റായിട്ട് നോക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ USB പ്ലെയറിൻ്റെ കണക്ഷനെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ് മാസ്റ്റർ വോളിയം ഇതിലേക്ക് നമുക്ക് 2 വോളിയം കൺട്രോൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 ചാനലിൽ സെപ്പറേറ്റ് ആയിട്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അല്ലെങ്കിൽ ഡുവളായിട്ടുള്ള ഒരു വോളിയം കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വോളിയം കൺട്രോളിലേക്ക് വയർ കണക്ട് ചെയ്യാൻ സംശയങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, ഇത് വളരെ സിമ്പിളാണ്. വോളിയം കൺട്രോളിൻ്റെ ഒന്നാമത്തെ പിന്നാണ് ഗ്രൗണ്ട്. അപ്പം ബോർഡിൽ നോക്കി വേണമെങ്കിൽ കണ്ടുപിടിക്കാം വോളിയം കൺട്രോളിൻ്റെ 3 വയറിൽ ഏത് വയറാണ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തേക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് എളുപ്പമുണ്ട്. ഇനി അങ്ങനെ നോക്കി കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 3 വയർ കറക്റ്റായിട്ട് വോളിയം കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്തിട്ട് വോളിയം കൂട്ടുന്ന സൈഡിലേക്ക് തിരിക്കുമ്പോൾ വോളിയം കുറയുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ വയർ നേരെ തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ പുതിയ വോളിയം കൺട്രോളൊക്കെ ആണെങ്കിൽ ഇതുപോലെ സൈഡിൽ ചെറിയൊരു പിന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ അടത്തി കളഞ്ഞാലാണ് ക്യാബിനറ്റിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളിവിടെ രണ്ടാമത്തെ ചാനലിൻ്റെ വോളിയം കൺട്രോളിലേക്കും വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഈ ഒരു വോളിയം കൺട്രോളും ഫ്രണ്ട് പാനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കണക്ട് ചെയ്യാനുള്ളത് ബാസ്റ്റബിളിൻ്റെ കൺട്രോളറാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 ഡുവൽ വോളിയം കൺട്രോളറാണ്. ഡുവൽ വോളിയം കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു ഇതിൽ തന്നെ 2 ലെയറുകളായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു വോളിയം കൺട്രോൾ തന്നെ നമുക്ക് 2 ബാസിൻ്റെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വോളിയം കൺട്രോൾ നമുക്ക് 2 ട്രിബിളിൻ്റെയും കണക്ട് ചെയ്യാം. പിന്നെ ക്യാബിനറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് സെപ്പറേറ്റ് വോളിയം കൺട്രോൾ വേറെയും വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം സിംഗിൾ ആയിട്ടുള്ള വോളിയം കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ചാനലിൻ്റെ ബാസ് ട്രിപ്പിൾ എല്ലാം കൺട്രോൾ ചെയ്യാനും പറ്റും. അതുപോലെ ബാസ്റ്റബിൾ ഉപയോഗിക്കുന്ന വോളിയം കൺട്രോളർ അത് 100 KD ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ മഴയൊക്കെ ആയിട്ട് വേറെ മേടിക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിവിടെ 47 KD ഒരെണ്ണം 100 KD ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിനകത്ത് 2 സ്പീക്കറും കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ ഓൺ ചെയ്ത് വർക്ക് ചെയ്യിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാസിൻ്റെയും ട്രിബിളിൻ്റെയും ഈ വയറിലേക്ക് നമുക്ക് വോളിയം കൺട്രോൾ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് തിരിഞ്ഞ് പോകുന്നുള്ള ടെൻഷൻ വേണ്ട. അപ്പം ബാസിൻ്റെയും ട്രിബിളിൻ്റെയൊക്കെ വയറിങ്ങനെ നമ്മൾ വോളിയം കൺട്രോളിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് തിരിഞ്ഞ് പോയാലോ അല്ലെങ്കിൽ ഈ വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ടായാലോ അങ്ങനെയൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം, ഇതുപോലെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി ഇത് തിരിഞ്ഞ് വയറുകൾ തമ്മിൽ അങ്ങോട്ട് തിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വോളിയം കൂട്ടുന്ന സൈഡിലേക്ക് നോബ് തിരിച്ചിട്ടുണ്ടെങ്കിൽ വോളിയം കുറയുന്ന രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നേരെ റിവേഴ്സായിട്ട് വയർ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ 2 ലെയറിലായിട്ട് ലെഫ്റ്റ് റൈറ്റിൻ്റെ ട്രിബിളിൻ്റെ വയറാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വോളിയം കൺട്രോളർ ക്യാബിൻ്റെ ഫ്രണ്ടിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇനി ഇതേപോലെ നമുക്ക് ബാസിൻ്റെ വോളിയം കൺട്രോളറും ഇതുപോലെ കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. അങ്ങനെ നമ്മളിവിടെ ഈ ഒരു വോളിയം കൺട്രോളിലേക്ക് ബാസിൻ്റെ ലെഫ്റ്റ് റൈറ്റിൻ്റെ ബാസിൻ്റെ വയറും കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വോളിയം കൺട്രോളുകൾ എല്ലാത്തിൻ്റെയും കണക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് പാനലിലേക്ക് ഞാനിവിടെ USB പ്ലെയറും കൂടി ഇട്ട് സെറ്റ് ചെയ്തായിരുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വോളിയം കൺട്രോളെല്ലാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് നോബ് കൂടി ഇട്ട് സെറ്റ് ചെയ്താൽ മതി. അതുപോലെ നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിൻ്റെ പവർ ഓൺ ഇൻഡിക്കേറ്റർ അതിലേക്കും കൂടി പവർ കൊടുക്കണം. അപ്പോൾ പവർ ഓൺ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഒഴിവാക്കുക. പവർ ഓൺ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാനുള്ള 12 വോൾട്ട് സപ്ലൈ അത് നമ്മുടെ ആംപ്ലിഫയർ ബോർഡിൻ്റെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അതിൽ നിന്ന് 2 വയർ കണക്ട് ചെയ്യുക. അപ്പോൾ 12 വോൾട്ട് സപ്ലൈയുടെ നെഗറ്റീവ് വയർ നേരെ LED നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. 12 വോൾട്ട് പോസിറ്റീവ് വയറിൽ 1 KD റെസിസ്റ്ററിനെ കണക്ട് ചെയ്യുക. 1 KD ക്വാർട്ടർ വാട്ട് റെസിസ്റ്ററാണ് കണക്ട് ചെയ്യേണ്ടത്. റെസിസ്റ്ററിൻ്റെ എൻ്റെ കാല് നമ്മൾ LED പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഈ ഒരു LED നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ റെസിസ്റ്ററൊക്കെ കണക്ട് ചെയ്തിട്ടേക്കണതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിലവിൽ ചെയ്യാത്തത്. ഇനി നമുക്ക് ഈ ഒരു വയർ ജോയിൻ ചെയ്ത് ഈ ഒരു ഭാഗം ഇതും കൂടി ഒന്ന് ഇൻസ്റ്റലേഷൻ ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അതുപോലെ നമുക്ക് ഈ 4 വോളിയം കൺട്രോളിലേക്ക് നോബ് കൂടിയിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ഉണ്ടാക്കി എടുക്കാൻ. ഇനി ഇത് വർക്ക് ചെയ്യിച്ചും കൂടി ഒന്ന് കേൾപ്പിക്കാം. അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കൂടെ ഒരു സബ് ആംപ്ലിഫയർ കൂടി കയറ്റുന്ന എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. കോപ്പിറൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. ഇനി കേൾക്കുന്ന സൗണ്ട് നിങ്ങൾ ഹെഡ്സെറ്റ് നിങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് കേട്ട് നോക്കുക.
അപ്പോൾ ഈ ഒരു ബോർഡ് ഉപയോഗിച്ച് ഞാനിവിടെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയിട്ട് ഇതിന് നോയ്സ് ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ടാണ്. അതുപോലെ ഈ കാണുന്ന ടൈപ്പ് ആംപ്ലിഫയർ ബോർഡ് ആണെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആയാൽ തന്നെ നമുക്ക് നന്നാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. ഇങ്ങനെയുള്ള ബോർഡിലെ IC ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ അടുത്തൊരു വീഡിയോയിൽ ഇതിനകത്ത് നമ്മൾ സബ് ആംപ്ലിഫയർ കൂടി ആഡ് ചെയ്യുന്നതിനാണ് കൂടി കാണിച്ചു തരാം. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ട് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ 2-way ബൗൺസ് ഉപയോഗിക്കുക. അപ്പോൾ 2-way ബൗൺസിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. ഇതിൽ സബ് ബൂഫർ ഉപയോഗിച്ച വലിയ റിസൾട്ട് കിട്ടില്ല, സാധാരണ ബൂഫറാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ എനിക്ക് ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് തന്നത് ടെക്നോ ഫ്രീക്ക് ബൈ മിഥുൻ, ഈ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുന്ന മിഥുൻ ബ്രോയാണ്. പിന്നെ നിങ്ങൾക്കും ഇതുപോലത്തെ ആംപ്ലിഫയർ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെ പലതരത്തിലുള്ള ആംപ്ലിഫയർ ബോർഡുകൾ നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ കടകളിലും മേടിക്കാൻ കിട്ടും. ഇതുപോലെ ബോർഡിൽ തന്നെ ഓളിംഗ് കൺട്രോളെല്ലാം പിടിപ്പിച്ച ബോർഡുകൾ മേടിക്കാൻ കിട്ടും. ആംപ്ലിഫയർ ബോർഡിൽ തന്നെ റെക്ടിഫയർ ഉള്ള ബോർഡുകൾ മേടിക്കാൻ കിട്ടും. ഇല്ലാത്ത ബോർഡുകളുണ്ട്. ഇല്ലാത്ത ബോർഡാണെങ്കിൽ വിലക്കുറവുണ്ട്. നിങ്ങൾക്ക് 12 വോൾട്ട് DC സപ്ലൈയിൽ വർക്ക് ചെയ്യിക്കാനാണെങ്കിൽ ഈ കാണുന്ന 237 ഈ ഒരു ബോർഡ് ഇത് മേടിച്ചാൽ മതി. ഈ ഒരു ബോർഡിലേക്ക് നമുക്ക് നേരിട്ട് ട്രാൻസ്ഫോമർ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല. നേരിട്ട് ട്രാൻസ്ഫോമർ കൊടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ റെക്ടിഫയർ ഉണ്ടാക്കിയെടുക്കണം ഡയോഡ് ഉപയോഗിച്ച്. 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററോ അല്ലെങ്കിൽ SMPs ഉപയോഗിച്ച് വർക്ക് ചെയ്യാനാണെങ്കിൽ വളരെ സിമ്പിളാണ് ഈ ഒരു ബോർഡ് മേടിക്കുവാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെയും അതുപോലെ റെക്ടിഫയർ ഉള്ള ബോർഡിൻ്റെ ലിങ്കും വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ അത് നോക്കി മേടിക്കാം. അതുപോലെ ഈ ഒരു ബോർഡിൻ്റെ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു തന്നേക്കാം. ഇനി ആരെങ്കിലും മേടിച്ചിട്ട് പെട്ട് പോകണ്ട. ഇതിൽ ബാസിൻ്റെയും ട്രിബിളിൻ്റെയും വയറിൻ്റെ ഇപ്പുറ സൈഡിലെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പാടില്ല. ഈ ഒരു ബോർഡിലെ ഈ റെഡ് ബ്ലാക്ക് വയർ ഇതിലേക്കാണ് 12 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്. ഈ കാണുന്ന മഞ്ഞ വയറാണ് സ്പീക്കർ ഔട്ടിൻ്റെ, ലെഫ്റ്റ് റൈറ്റ് 2 സ്പീക്കർ ഔട്ടിൻ്റെ മഞ്ഞ വയറാണ്. പിന്നെ ഈ കാണുന്ന ഈ റൗണ്ടിൽ കാണുന്ന ഈ വയറാണ് ഓഡിയോ ഇൻപുട്ടിൻ്റെ. പിന്നെ ഈ കാണുന്ന ഈ 2 സെറ്റ് വയർ ഇതാണ് ലെഫ്റ്റ് റൈറ്റിൻ്റെ മാസ്റ്റർ വോളിയം കൺട്രോളിൻ്റെ വയർ. USB പ്ലെയർ വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ഒരു പോയിന്റിൽ നിന്നാണ്. അപ്പോൾ 2 ടൈപ്പ് ബോർഡ് മേടിക്കാനുള്ള ലിങ്കും വീഡിയോയിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണെന്ന് വെച്ചാൽ നോക്കി മേടിക്കാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.